നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ കടുത്ത നിലപാടുമായി ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ തനിക്ക് സൂചി കുത്താനുള്ള ഇടം പോലും KC വേണുഗോപാലും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും നൽകുന്നില്ലെന്നാണ് ശശി തരൂരിന്റെ പരാതി. ഇത് അദ്ദേഹം മല്ലികാർജുന ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിനോട് ആലോചിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ വിദേശങ്ങൾ സന്ദർശിക്കാനുള്ള MP-മാരുടെ കമ്മിറ്റിയുടെ തലവനാക്കി. പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ച് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സംഘത്തിന്റെ തലവനായാണ് ശശി തരൂരിനെ പ്രധാനമന്ത്രി നിയോഗിച്ചത്. ഇതിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനം ഉയർന്നു. പാർട്ടിയോട് ആലോചിക്കാതെ എന്തുകൊണ്ട് ശശി തരൂർ ഇതിൽ ചെന്ന് തലവെച്ചു കൊടുത്തുവെന്നും എന്തുകൊണ്ട് മോദിയോട് സമ്മതം മൂളിയെന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനോട് ചോദിച്ചത്. അപ്പോഴാണ് KC വേണുഗോപാലിനെ പോലെ ഒരാൾ തന്നെ ഈ പാർട്ടിയിൽ നിൽക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, കേരളത്തിൽ താൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും തനിക്ക് ഒരു വേദി പോലും നൽകുന്നില്ലെന്നും KC വേണുഗോപാലും VD സതീശനടക്കമുള്ള നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും പലതവണ താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അടുത്ത് ഈ പരാതി പറഞ്ഞിട്ടും നിങ്ങളാരും കേട്ടില്ലല്ലോ എന്നുമാണ് ശശി തരൂർ തിരിച്ചു ചോദിച്ചതത്രേ. കേരളത്തിലെ കോൺഗ്രസിൽ തനിക്ക് യാതൊരു സ്വാധീനവുമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള KC വേണുഗോപാലിന്റെ ശ്രമം അപകടകരമാണെന്നും ഇതിനെതിരെ താൻ ശക്തിയായ പ്രതിരോധം ഉയർത്തുമെന്നും കഴിഞ്ഞ ദിവസം തരൂർ മല്ലികാർജുന ഖാർഗെയോട് പറഞ്ഞതായാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. പ്രധാനമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തോട് ആലോചിക്കാതെ ശശി തരൂരിനെ വിദേശങ്ങൾ സന്ദർശിക്കുന്ന സമിതിയിലെ അംഗമാക്കിയതും അല്ലെങ്കിൽ ആ സമിതിയുടെ തലവനാക്കിയതും കോൺഗ്രസിന്റെ വലിയ രോഷം വിളിച്ചു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ പേര് നൽകാതെ ആനന്ദ് ശർമ്മ അടക്കമുള്ളവരുടെ പേരുകളാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. അവസാനം സംഗതി വിവാദമായപ്പോൾ ശശി തരൂരിന്റെ പേര് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വന്നു. ഇത് തരൂരിന്റെ വിജയമായാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. BJP ബുദ്ധിപൂർവം തരൂരിനെ ഉപയോഗിച്ച് കോൺഗ്രസിനെതിരെ കളിച്ച് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത്. അപ്പോഴാണ് കോൺഗ്രസിലെ രണ്ടാമനായ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിലെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന KC വേണുഗോപാലിനെതിരെ ശശി തരൂർ വെടിപൊട്ടിച്ചത്. KC വേണുഗോപാൽ തന്നെ ഒറ്റപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല? പക്ഷേ താൻ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. തന്നെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും മൂലക്കിരുത്തുകയും ചെയ്യുന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെയാണ് ഹൈക്കമാൻഡ് നിയന്ത്രിക്കേണ്ടതെന്നും താനും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ പരമോന്നത സമിതിയിലെ അംഗമാണെന്നും അതുകൊണ്ട് തന്നെ മൂലക്കിരുത്താനുള്ള, തന്നെ പാർശ്വവൽക്കരിക്കാനുള്ള, തന്നെ ഒറ്റപ്പെടുത്താനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങളെ പാർട്ടി കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചാൽ തന്റെ പ്രതിഷേധം ഇതേ രീതിയിലായിരിക്കും താൻ പ്രകടിപ്പിക്കാൻ പോവുക എന്നുമാണ് ഇന്നലെ ശശി തരൂർ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞത്. അപ്പോഴാണ് കളം മാറിയതും ശശി തരൂരിനെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി സംഘത്തിൽ ഉൾപ്പെടുത്താൻ പാർട്ടി നേതൃത്വം അനുമതി നൽകിയതും. എന്ന് വെച്ചാൽ തനിക്കെതിരെ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ഗൂഢാലോചനയെ പ്രതിരോധിക്കാൻ അതിനൊരു തിരിച്ചടി എന്നോണമാണ് പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ താൻ സംഘത്തിന്റെ അധ്യക്ഷനാകാമെന്ന്, വിദേശയാത്രയിലെ സംഘത്തിന്റെ അധ്യക്ഷനാകാമെന്ന് സമ്മതിച്ചതെന്നും നിങ്ങൾ എനിക്കെതിരായുള്ള അല്ലെങ്കിൽ എനിക്കെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ നിരുത്സാഹപ്പെടുത്തിയാൽ ഞാനും കോൺഗ്രസ് പാർട്ടി പറയുന്നത് കേട്ട് കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നുള്ള സൂചനയാണ് ഇന്നലെ ശശി തരൂർ നൽകിയത്. എന്ന് വെച്ചാൽ അതിബുദ്ധിമതിയായ അല്ലെങ്കിൽ അതിബുദ്ധിമാനായ ശശി തരൂരിന് മുന്നിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പെട്ടുപോയി എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം എന്നെ ഉപദ്രവിച്ച് എന്നെ മൂലക്കിരുത്തിയാൽ ഞാൻ തിരിച്ചടി നൽകും, ആ നൽകുന്ന തിരിച്ചടി ഏതാണ്ട് ഇതേ രൂപത്തിലായിരിക്കുമെന്നുള്ള ഒരു വീറും വാശിയുമാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് ശശി തരൂർ ഇതുവഴി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയത്. ഏതായാലും KC വേണുഗോപാലിനും സംഘത്തിനുമെതിരെ അതിശക്തമായ ആരോപണങ്ങളും എതിർപ്പുകളും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ ശശി തരൂർ നിരത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കണമെന്നാണ് തരൂരിന്റെ ആവശ്യം. പരിശോധിച്ചില്ലെങ്കിൽ താൻ തിരിച്ചടിക്കാൻ പോകുന്നത് ഇതേ വിധത്തിലായിരിക്കുമെന്ന മുന്നറിയിപ്പും തരൂർ നൽകി കഴിഞ്ഞു.